UGC നെറ്റ് അല്ലെങ്കിൽ JRF പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം PYQ ഡിസ്കഷൻസ് ആണ്. നമ്മൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ സിലബസ് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ പഠിച്ച സബ്ജക്റ്റിനെ നമുക്ക് റിവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് PYQs. PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാകും. ഒരുപാട് PYQ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് PYQ ഡിസ്കഷൻസ് എപ്പോഴും നല്ലൊരു മെത്തേഡായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇന്ന് നമ്മൾ UGC നെറ്റ് കൊമേഴ്സിൻ്റെ യൂണിറ്റ് 3 അതായത് ബിസിനസ് എക്കണോമിക്സിലുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ റീസെൻ്റ്ലി 2025 ഡിസംബറിൽ സെഷനിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തതാണ്. വീഡിയോ ക്ലാസ്സുകൾ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എടുത്ത കാര്യങ്ങളെ കുറിച്ച് മാത്രമുള്ള PYQs ആണ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണെന്നുള്ളത്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ അസംഷൻസ്? 5 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് അസംഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഓരോ പോയിൻ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഒന്നാമതാണ് കൺസ്യൂമേഴ്സ് ആർ കൺസിസ്റ്റൻറ്റ് ഇൻ ദെയർ പ്രിഫറൻസ്. ദെൻ കൺസ്യൂമർ ക്യാൻ മെഷർ ദി ടോട്ടൽ യൂട്ടിലിറ്റി റിസീവ്ഡ് ഫ്രം എനി ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്. Consumer preferences follows transitivity. Consumers are non-satiated with respect to goods they confront. Consumers are irrational. ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻ പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് ഒന്ന് നോക്കി വരാം അല്ലേ. ഫസ്റ്റ് വൺ റാഷണാലിറ്റി ആണ്. എന്താ റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കൺസ്യൂമേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് എന്തായിരിക്കും? മാക്സിമൈസ് ദെയർ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ദെൻ സെക്കൻഡ് കംപ്ലീറ്റ്നെസ്, അതായത് കൺസ്യൂമേഴ്സ് ക്യാൻ കമ്പയർ എനി 2 കൺസംഷൻ ബണ്ടിൽ. നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനും റാങ്ക് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ട്രാൻസിറ്റിവിറ്റിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വീഡിയോ ക്ലാസ്സിൽ തന്നതാണ്. ദെൻ നോൺ സറ്റിയേഷൻ, അതായത് കൺസ്യൂമേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ലാർജ് ക്വാണ്ടിറ്റി ആണ് കമ്പയർ ടു സ്മോളർ ക്വാണ്ടിറ്റി. ആൻഡ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദെൻ യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ്. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലേതൊക്കെയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിൻ്റെ അസംഷൻസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, കൺസ്യൂമേഴ്സ് ആർ കൺസിസ്റ്റൻറ്റ് ഇൻ ദെൻ പ്രിഫറൻസ്. അതിൻ്റെ അസംഷനായിട്ടും അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. കൺസ്യൂമേഴ്സ് ആർ കൺസിസ്റ്റൻറ്റ് ഇൻ ദെയർ പ്രിഫറൻസ്, അതായത് കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല ആണ് അർത്ഥം. സെക്കൻഡ് വൺ, കൺസ്യൂമർ ക്യാൻ മെഷർ ദി ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ തന്നെ നമുക്കത് അറിയാം അത് തെറ്റാന്നല്ലേ. ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെവിടെയാണ് പറ്റുക? കാർഡിനൽ യൂട്ടിലിറ്റിയിലാണ് വരിക. അപ്പോൾ ഇതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ കൺസ്യൂമർ പ്രിഫറൻസസ് ഫോളോ ട്രാൻസിറ്റിവിറ്റി. അത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അസംഷൻ നമ്മൾ കണ്ടു എന്നുണ്ട്, ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നൊരു അസംഷൻ ഉണ്ട്. അത് കറക്റ്റ് വണ്ണാണ്. ദെൻ കൺസ്യൂമേഴ്സ് ആർ നോൺ സാറ്റിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ഗുഡ്സ് ദേ കൺഫ്രണ്ട്. അതും ശരിയല്ലേ, കൺസ്യൂമേഴ്സ് ആർ നോൺ സാറ്റിയേറ്റഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ കൺസ്യൂമേഴ്സ് ആർ ഇറേഷണൽ ആണോ? കൺസ്യൂമേഴ്സ് ഇറേഷണൽ അല്ല, അവരെന്താണ്, റാഷണലാണ്. അപ്പം അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മുടെ ആൻസർ വരെ ഏതൊക്കെയാണ്? എ കറക്റ്റാണ്, ദെൻ സി കറക്റ്റാണ്, ദെൻ ഡി കറക്റ്റാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് വാലിഡ് ഫോർ ഓർഡിനൽ സ്കൂൾ ഓഫ് കൺസ്യൂമർ പ്രിഫറൻസ്? എഗെയിൻ ഓർഡിനൽ യൂട്ടിലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓർഡിനൽ യൂട്ടിലിറ്റി പഠിച്ചൊരാൾക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കൺസ്യൂമർ പ്രിഫറൻസ് ക്യാൻ ബി പ്ലോട്ടഡ് ഓൺ IC. IC എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവാണ് ആണല്ലോ. ഓർഡിനൽ യൂട്ടിലിറ്റിയും ഇൻഡിഫറൻസ് കർവും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതേപോലെ കാർഡിനൽ യൂട്ടിലിറ്റിയും ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പം ഇത് കറക്റ്റ് വണ്ണാണ്. ഓർഡിനൽ യൂട്ടിലിറ്റിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഇൻഡിഫറൻസ് കർവിലാണ് എക്സ്പ്രസ് ചെയ്യുക. ദെൻ റാങ്കിങ് ഓഫ് യൂട്ടിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. അതും കറക്റ്റ് ആൻസറാണ്. ഇവിടെ നമുക്ക് യൂട്ടിലിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. ഏത്
പ്രൊഡക്ട്സ് ആണ് ബെറ്റർ എന്ന രീതിയിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് എലമെൻറ്റ് റാങ്ക് ചെയ്യാൻ പറ്റും. തേർഡ് വൺ നോക്കിയേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂട്ടിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ആണോ? മാഗ്നിറ്റ്യൂഡ് എന്ന് എന്താണ്? അതിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക, അതിനാണ് എന്താ പറയുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂട്ടിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് തെറ്റല്ലേ? കാർഡിനൽ യൂട്ടിലിറ്റിയാണ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂട്ടിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇല്ല, റാങ്കിങ് മാത്രമേ പറ്റുള്ളൂ. ദെൻ ഫോർത്ത് വൺ നോക്കി, യൂട്ടിലിറ്റി ഈസ് നോട്ട് അഡിറ്റീവ്. അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നാണ്. കറക്റ്റ് അല്ലേ? ഓർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂട്ടിലിറ്റിനെ ആഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റാങ്ക് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് നോട്ട് വാലിഡ്? തേർഡ് വൺ ആണ് കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂട്ടിലിറ്റീസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു റൈറ്റ്. ദെൻ ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺകേവ് ടു ഒറിജിൻ. ദെൻ ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. ദെൻ ഇൻഡിഫറൻസ് കർവ് cannot intersect each other but can be tangent to each other. Last one, higher indifference curve represent higher level of satisfaction. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കി വന്നാലോ? ഇൻഡിഫറൻസ് കർവിൻ്റെ ഇതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ്. ഒന്നാമത് എന്താ പറയുന്നത്, ഓൾവേസ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതിൽ ഒന്നാമത്തെ ഇവിടെ പറയുന്നത് ഓൾവേസ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ശരിയല്ലേ? ദെൻ രണ്ടാമതാണ് കോൺവെക്സ് ടു ഒറിജിൻ. രണ്ടാമത് പ്രോപ്പർട്ടി എന്താണ്? കോൺവെക്സ് ടു ഒറിജിൻ. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ബി എന്താ പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺകേവ് ടു ഒറിജിൻ എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ലല്ലോ. എന്താ? കോൺവെക്സ് ടു ഒറിജിൻ ആണ്. അപ്പം ബി തെറ്റാണ്, സി ശരിയാണ്. ദെൻ ഡി നോക്കിയേ നിങ്ങൾ, ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇൻ്റർസെക്ട് ഈച്ച് അതർ ബട്ട് ക്യാൻ ബി ടാൻജൻറ്റ് ടു ഈച്ച് അതർ. ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്തില്ല, ഇൻ്റർസെക്റ്റ് ഇല്ല, തമ്മിൽ കൂട്ടിമുട്ടില്ല. ബട്ട് ക്യാൻ ബി ടാൻജൻറ്റ്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യാൻ നിൽക്കുകയാണ് അർത്ഥം. അത് പറ്റുമോ? കൂട്ടിമുട്ടില്ല എന്നുള്ളത് ഓക്കെയാണ്, കനോട്ട് ഇൻ്റർസെക്റ്റ്. പക്ഷേ ടാൻജൻറ്റും ആവില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദാറ്റ് ഈസ് റോങ് വൺ. ദെൻ നമ്മൾ അടുത്ത് നോക്കിയേ, അപ്പം അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. അത് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നെവർ ടച്ചസ് ഓൺ either ആക്സിസ്, ദെൻ മേ ഓർ മേ നോട്ട് ബി പാരലൽ. നമ്മൾ ലാസ്റ്റ് പോയിൻ്റ് എന്താണ്? ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത് നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടല്ലേ. ഇതിന് അതേപോലെ ഇവിടെ മൂന്നാമത്തെ പോയിൻ്റ് എന്താ? പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഹയർ ഇൻഡിഫറൻസ് കർവ് മീൻസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം അതും എന്താണ്? ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആണല്ലോ. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അസംഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പഠിച്ച് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആൻസർ വരിക എ, സി ആൻഡ് ഇ ആണ്. ഓക്കെ.